ഹായ് മകളെ, അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തിരിക്കുകയാണ്. ഒട്ടുമിക്ക ആളുകളുടെയും പേടി സ്വപ്നമായിരുന്നു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ടെൻഷൻ ഒരു കുറവും തരാത്തൊരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അത്രയധികം കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എക്സാം ടഫ് ആകുമോ, വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന അതേ വേർഡ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എൻജോയ് ദ ജേണി നോട്ട് ദി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. അതായത് നമ്മൾ യാത്രകളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പോൾ ആ യാത്രകൾ നമ്മളിപ്പോൾ അത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. നമ്മളൊരു യാത്ര ചെയ്യുന്ന ആ സമയത്ത് ആ യാത്രയിൽ നമ്മൾ വഴിയോരത്ത് കാണുന്ന കാഴ്ചകളാണ് നമ്മൾ ആ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. ആ കാഴ്ചകൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്, നിങ്ങളുടെ ആ കാലങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛൻ, അമ്മ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അതേപോലെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല തരത്തിൽ സപ്പോർട്ട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും. അവരൊക്കെ നിങ്ങൾ നന്ദിയോടുകൂടി തന്നെ ഓർക്കുക. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ധനം തന്നവരൊക്കെയാണ് അവർ. സോ നിങ്ങളുടെ ഈ റിസൾട്ട് അവർക്ക് കൂടി വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സമർപ്പിക്കേണ്ടതുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ടെൻഷൻ ഉണ്ടാകുന്നൊക്കെ അറിയാം, പക്ഷേ ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ട് തന്നെ എഴുതുക. കാരണം നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളെ എക്സാം ഹോളിനെയും കൂടി അത് നമുക്ക് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. പരീക്ഷ എന്തും ആവട്ടെ, എളുപ്പമാവട്ടെ, ചിലപ്പോൾ വിചാരിച്ചതിനേക്കാൾ ടഫ് ആവാം, അതൊക്കെ എന്തും ആവട്ടെ, വാട്ട് എവർ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഇല്ലേ? സത്യമല്ലേ? കാരണം നിങ്ങൾ രാവിലെന്നോ പകലെന്നോ ഇത്രയും കാലം ജീവിതത്തിൽ നേരെ ചിലപ്പോൾ നിങ്ങൾ ഇത്ര അധികം സമയം പഠിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പഠിച്ച ആൾക്കാർ തന്നെ വീണ്ടും അതിനേക്കാൾ കൂടുതൽ സമയം ഇപ്പം കണ്ടെത്തിയിട്ടുണ്ടാവും. സോ അത്രയധികം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇനി പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ കൊണ്ടാവുന്ന അത്രയും മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇനഫ്. അതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞവരാണ്. റിസൾട്ട് എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്, രണ്ടാമത്തെ കാര്യമാണ്. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കാം. നമ്മളെ ദിവസം പോലെയൊക്കെയാണ്. എല്ലാവർക്കും കിട്ടട്ടെ, നല്ല മാർക്കോട് കൂടി എഴുതാൻ പറ്റട്ടെ എന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വെള്ളക്കുപ്പി, നോമ്പൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വെള്ളമൊക്കെ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. സോ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങൾ അടിപൊളിയാടാ, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ, യാതൊരു സംശയം വേണ്ട. അല്ലാതെ നിങ്ങൾ ഈ സമയത്ത് പോലും ഈ വീഡിയോ നിങ്ങൾ കാണാൻ വരില്ലല്ലോ. അപ്പോൾ അത്രയധികം അടിപൊളിയാണ് എല്ലാവരും കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാരും അടിപൊളി തന്നെയാണ്. കാരണം അവരൊക്കെ പഠിച്ച് ചിലപ്പോൾ ഉറങ്ങി പോകുന്ന ആൾക്കാരുണ്ടാവും. സോ എന്താണെങ്കിലും നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ എക്സാം നിങ്ങളുടേതാവട്ടെ. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അറിയിക്കുക. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങളും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ എക്സാമുകളിലേക്ക് വേണ്ടിയിട്ട് എക്സാം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നേരെ +2 ക്ലാസ്സിലേക്കാണ് പോകാനുള്ളത്. സോ ഇതുപോലെ തന്നെയാണ് എല്ലാ ടീച്ചേഴ്സും. നിങ്ങളിപ്പോൾ ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാമിലേക്ക് പോകുന്ന പോലെ ഈ എക്സാം ദിവസങ്ങളിൽ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ നമുക്ക് എല്ലാവർക്കും എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ, നിങ്ങൾ ഹാപ്പി ആയിരിക്കട്ടെ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് പോയി പൊളിച്ച് അടിക്കുക വാടാ.